നിയമിതനാകുന്നവനെ സംബന്ധിച്ചിടത്തോളം മുതവല്ലി എന്താണ് അയാളുടെ ഷർത്ത്? വൽ മുതവല്ലി ഹുവൻ നായിബു. ഇങ്ങനെ ഏൽപ്പിക്കുന്ന അധികാരികൾ ഏറ്റെടുപ്പിക്കപ്പെട്ട് ഒരാൾ ആ കാര്യം ഏറ്റെടുത്ത് നിയമിതനായാൽ ഹുവൻ നായിബു, അത് അധികാരം ഏൽപ്പിച്ചയാളെ തൊട്ടുള്ള പ്രതിനിധിയായി ശറഅ അയാളെ കാണും. അപ്പോൾ അധികാരം ഏൽപ്പിച്ചയാൾക്കുള്ള പവർ എന്ത് വിഷയത്തിലാണോ ഏൽപ്പിച്ചതെങ്കിൽ ആ കാര്യത്തിൽ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ഏൽപ്പിക്കപ്പെട്ട കാലിക്ക് വരും. വശർത്തുഹു, അയാൾക്ക് ആ അധികാരം കിട്ടണമെങ്കിൽ അയാൾ എന്നുള്ള നിലക്കൊരു ഉപാധി വേണ്ടേ? എന്താണ് ആ ഉപാധി? സിഹ്ഹതു തസറുഫിഹി ഫീമാ യതവല്ലാ ഫീഹി വഅതിബാറു അഹ്ലിയതിഹി അയ്ളൻ. ഒന്നാമത് അദ്ദേഹം ആ ഏൽപ്പിക്കപ്പെട്ട സംഗതി ഏറ്റെടുക്കാൻ അധികാരം കൈയാളാൻ പറ്റുന്ന ആളാകണം. അതായത് വിവരമൊക്കെ വേണമെന്ന് കൂട്ടിക്കോളി. നീതിയും വേണം, വിവരവും വേണം. നല്ല വിവരം വേണം, അതില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ വിവരം വേണം. അപ്പം ഇന്നത്തെ വിവരമുള്ള ഒരാളോ അല്ലെങ്കിൽ നീതിബോധമുള്ള ഒരാളോ അദ്ദേഹത്തിന് യോഗ്യതയൊക്കെ ഉണ്ടാവുക. ആ യോഗ്യത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്തിലാണോ ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ കൈകാര്യാധികാരം അയാൾക്ക് സാധുവായി വേണം. അയാൾ കൈകാര്യം ചെയ്താൽ അത് സാധുവാകണം. അങ്ങനത്തെ ആൾക്കാ മുതവല്ലിയാകാൻ പറ്റൂ. എന്തിലാണ് അധികാരം? ഇനി അതാണ് മൂന്നാമത്തെ ഘടകം. കാദിയാകാൻ വേണ്ട ആളെ യോഗ്യത വല്ലാതെ നോക്കിയാൽ നടക്കൂലപ്പേ. കാദിയാകാൻ വേണ്ട ആളെ യോഗ്യത ശരിയായ ഇമാമ് നിയമിക്കുന്ന കാദിയാകുമ്പോൾ നല്ല ഗവേഷണ യോഗ്യതയുള്ള മുജ്തഹിദായ പണ്ഡിതനൊക്കെ ആകണം. അങ്ങനത്തെ പണ്ഡിതനൊന്നും ഇല്ലാത്ത കാലത്ത് വരുമ്പോൾ പറ്റുന്ന വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാകണം. ഇനി സർക്കാർ നിയമിക്കുമ്പോൾ വിവരമില്ലാത്ത ഒരു ജാഹിലിനാക്കിയാലും നമ്മൾ സ്വീകരിക്കല്ല എന്ന് വൃത്തിയില്ല. സർക്കാർ നിയമിക്കുമ്പോൾ ഫാസിക്കായ നീതിബോധമില്ലാത്ത ഒരു ദുർനടപ്പുകാരനെ ആക്കിയാലും നമ്മൾ സ്വീകരിക്കല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് അവരുടേത് നിർബന്ധിതമായി സ്വീകരിച്ചാൽ തന്നെ ഹല്ലഖദിന്റെ അഹിലാരും മുസ്ലിമീങ്ങളും നിയമിക്കുമ്പോൾ അത് പറ്റില്ല. അവർ നീതിബോധമുള്ള, ഏൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ വിവരമുള്ള, നന്ന ചുരുങ്ങിയത് എല്ലാ അഭിപ്രായങ്ങളും കൂടി സ്വാംശീകരിച്ചാൽ നന്ന ചുരുങ്ങിയത് ഏൽപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ വിവരമുള്ള, നീതിബോധമുള്ള, വിധിക്കാൻ പറ്റുന്ന ഒരാളാവണം. അയാൾ കൈകാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെട്ടയാളും ചെയ്യുന്ന കൈകാര്യങ്ങൾ നടപ്പാകുന്ന സാധുതയുള്ളയാളുമാകണം.